മകന്റെയും ഭാര്യയുടെയും ജാതകപ്രകാരം ആദ്യ സന്തതി ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ഗണിച്ചു കാണുന്നത്. ജനനം കന്നിമാസത്തിലെ പൂരം നക്ഷത്രത്തിലാകാനാണ് സാധ്യത. അതുവഴി കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും വന്ന് ഭവിക്കും എന്ന് കാണുന്നു. പൂരം പുരവയ്ക്കുമെന്നാണല്ലോ. എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറാൻ പോകുന്നടി. അതിലിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? അവൻ ജനിക്കുന്നത് തന്നെ കോടീശ്വരനായിട്ടല്ലേ? ആ തെക്കേതിലെ വീടും പറമ്പും വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ഭാസ്കരനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞത്. സംശയിക്കണ്ട, കുഞ്ഞിന്റെ ജനനശേഷം താങ്കൾക്ക് ഗജകേസരി യോഗവും കാണുന്നുണ്ട്. ആ കണ്ടോ, സത്യം. ഹലോ, ആരാണ്? മേനോൻ മരിച്ചെന്തോ? എന്റെ ദൈവമേ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും എന്റെ തലയെ കെട്ടിവെച്ചിട്ടാണല്ലോ അദ്ദേഹം പോയത്. ഇതെല്ലാം കൂടെ ഞാൻ ഇനി എങ്ങനെ നോക്കൂ എന്റെ ഭഗവാനെ? അതൊക്കെ പിന്നെ ആലോചിക്കാം. എങ്ങനെയാ മരിച്ചെന്ന് ചോദിക്കൂ. ഹലോ, അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? തുണിമില്ല് കത്തിയെന്നോ? അയ്യോ, തുണിമില്ല് കത്തിയെന്നോ? എന്താ പറഞ്ഞ, കത്തിയെന്നോ? മില്ല് തീപിടിച്ചതെറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്ന്. അയ്യോ, ഞാൻ അന്നേ പറഞ്ഞതാ, ഈ തുണി പഞ്ചി ഒന്നും വേണ്ട, വല്ല ഇരുമ്പോ തുരുമ്പോ മതിയെന്ന്. അന്നത് കേട്ടില്ലല്ലോ. എന്റെ മോൻ കരയരുത്. കുറച്ചു കാലത്തെ ബന്ധമുള്ളെങ്കിലും സ്വന്തം അച്ഛനേക്കാളേറെ നീ അദ്ദേഹത്തെ സ്നേഹിച്ചു. എനിക്കറിയാം. ഇനി മോൻ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. നല്ല ആളുകളെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കുമെന്ന് ഓർത്ത് സമാധാനിക്കും പോലെ. പോയവര് പോയി, ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? എത്രയും പെട്ടെന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം, അല്ലേ? ബാല, വന്നേ. മേനോന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന നിങ്ങളല്ലേ? ഇനി നിങ്ങൾ വേണം എല്ലാറ്റിനും മുന്നിൽ നിൽക്കാൻ. പിന്നെ ശവമെടുക്കാനുള്ള ഏർപ്പാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാ ചെയ്യാം. ബന്ധുക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ചടങ്ങുകളൊക്കെ ഒരു പേരിന് മാത്രം മതി. ബന്ധുക്കളില്ലെന്നോ? ആര് പറഞ്ഞു? പിന്നെ ഞങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു നാട്ടുകാരൻ, എനിക്ക് പോയത് എന്റെ കൂടെപ്പിറപ്പ. അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. മുറ്റത്തൊരു പന്തൽ കെട്ടണം, അടിയന്തരം ഗംഭീരമാക്കണം. മേനോന്റെ കാര്യത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. എന്നാ അയ്യോ, ബന്ധുക്കളായാൽ ഇങ്ങനെ വേണം. മുതലാളി ഭാഗ്യവാനാ. വാസ്തവം. ഒന്നും കാണാതെ നിങ്ങളിത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, കമന്ന് വീണ കാപ്പണം നക്കിയെടുക്കുന്ന നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും പണം ചെലവാക്കിയത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എടി മണ്ടി, പഞ്ഞുമില്ല് മാത്രല്ലേ കത്തിയുള്ളൂ. നീ വീടൊന്ന് നോക്കിക്ക്. ഒരു 10 ലക്ഷം രൂപ മതിക്കും. ബാക്കി ഉരുപ്പടികളെല്ലാം ചേർത്ത് ഒരു 5 ലക്ഷം. രാഖി രാമാനോ ഇതെല്ലാം വിറ്റിട്ട് പോണമെങ്കിൽ നാട്ടുകാർ നമ്മുടെ കൈ വേണം. അതിനാ 10,000-ന്റെ തുറുപ്പ് അങ്ങോട്ട് ഇറക്കിയത്. ഓ, നിങ്ങളുടെ ഒരു ബുദ്ധി തീർന്നില്ലടി. ഇനി ഇതിനകത്ത് ഇടങ്കോലിടാനും ആളുണ്ട്. അതാരാ? നിന്റെ മരുമക്കള്. അല്ലാതാര്? അതുകൊണ്ടല്ലേ ശവം തെക്കോട്ടെടുത്ത പാടെ അതുങ്ങളെ ഞാൻ മച്ചമ്പയുടെ കൂടെ അങ്ങോട്ട് അയച്ചത്. ഇതൊക്കെ ആരുടെ ബുദ്ധി? ദൈവം അപ്പാപ്പ ഓരോന്ന് ഉപദേശിച്ചു. അല്ലാതെന്താ? സത്യം. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ റോയ് ഫിലിപ്പ്, ഭാരത് ഫൈനാൻസിയേഴ്സിന്റെ ഉടമ. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ ഭരതപിള്ള, മരിച്ചുപോയ മേനോന്റെ ഒരേ ഒരു ബന്ധു. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നാട്ടുകാരുടെ മുഴുവൻ സംസാരം മിസ്റ്റർ പിള്ളയെ കുറിച്ചല്ലേ? മരിച്ചുപോയവരെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഇക്കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു മഹാകാര്യമാണ്. പണം ആര് കണ്ടു? ഇന്ന് വരും, നാളെ പോകും. എനിക്ക് മനുഷ്യത്വമാ വലുത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ വീടുണ്ടല്ലോ, വീടിന്റെ കാര്യം മാത്രം പറയരുത്. തൽക്കാലം ഇത് വിൽക്കാൻ ഉദ്ദേശമില്ല. വിൽക്കുന്ന കാര്യമല്ലേ? മിസ്റ്റർ മേനോൻ ഈ വീട് പണയപ്പെടുത്തി 35 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എത്രയാ? 35 ലക്ഷമോ? കടം വാങ്ങിയെന്നോ? അതെ, വീടും പറമ്പും കൂടി ഏകദേശം 30 ലക്ഷം രൂപ വരും. ബാക്കി 5 ലക്ഷം പിള്ളയുടെ കയ്യിൽ നിന്നല്ലാതെ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാ? അപ്പോ പണം ഇവിടെ തന്നെ തരുമോ അതോ നാട്ടിലേക്ക് ഞാൻ വരണോ? അയ്യോ, നാട്ടിലേക്കൊന്നും വരണ്ട. ഒരു 2 ദിവസത്തെ അവധി തരണം.
ഇവിടെ തന്നെ തന്നേക്കാം. തന്നേ പറ്റൂ. അതിനാ മര്യാദയ്ക്ക് പറഞ്ഞത്. അല്ലെങ്കിലേ വേറെ വഴി നോക്കേണ്ടി വരും. യവന്മാർക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത്. വാടാ. അതാ ഞാനെന്ന് പറഞ്ഞിരിപ്പോ എവിടെ? മോനെ ജയദേവാ, ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ നമ്മുടെ ജീവന് പോലും ആപത്താ. വേഗം പെട്ടിയെടുത്ത് സ്ഥലം വിടാം. അതെ, വേഗം പോവാ. വിളിക്കുമോനെ മായ. എന്തിന്? ആ പൊട്ടിപ്പള്ളി ഇവിടെ നിൽക്കട്ടെ. അയ്യോ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു മിണ്ടാപ്രാണി ഇവിടെ ഇട്ടിട്ട് പോയാൽ മഹാഭാവം കിട്ടും. പോരുത്, കൊന്നുകളയിക്കാൻ. എടാ, ഇവിടെ കൊണ്ട് അങ്ങോട്ട് പോയ ഈ കടക്കാർ മുഴുവൻ അങ്ങോട്ട് വരും. അവസാനം കുടുംബം മുഴുവൻ വിറ്റാലും കടം വിട്ടാലും ഒക്കൂല. അന്ത ഉണ്ടാക്കി വെച്ച കടാല്ലേ. കടക്കാർ വരുമ്പോ അവള് സമാധാനം പറഞ്ഞോളും. നീ വേഗം പെട്ടിയെടുത്തോണ്ട് ഇറങ്ങ്. എടാ, ഒന്ന് വേഗം ഇറങ്ങടാ, പെട്ടെന്ന്. അയ്യോ, വേണ്ട. റെഡി ആയിക്കോ, ഞാൻ അപ്പോഴത്തേക്ക് ഒരു കാർ വിളിക്കാം. അയ്യോ, എന്ത് ചെയ്യും? ശ്ശോ. എല്ലാവരും പുറപ്പെടാൻ തുടങ്ങി. കുഞ്ഞ് അവരവിടെ പോകുന്നില്ലേ? ആ, അത് കൊള്ളാം. പോയിട്ട് തിരിച്ചു വന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് മായ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന്. മായ, ഞാൻ ഇറങ്ങാം. അമ്മ പോയിട്ട് വരട്ടെ മോളെ. കത്തോ അയക്കാം. എന്താ അവള് പറയണേ? ജയദേവൻ കുഞ്ഞിനോട് സമയാസമയം ആഹാരം കഴിക്കണം, ശരീരം സൂക്ഷിക്കണം എന്നൊക്കെയാ പറയുന്നത്. എടാ ജയദേവാ, വേഗം ഇറങ്ങടാ. പോട്ടെ മോളെ. വണ്ടി കയറ്. മാധവി, ഇങ്ങോട്ട് കയറി. അമ്മ പറ്റേ. അന്ന് കൊതു അന്തരീക്ഷത്തിലൂടെ പാഞ്ഞ് രുക്മിണി ദേവിയുടെ അടുത്ത് വന്നു. എപ്പോൾ രുക്മിണി അമ്മ. ദേവി പറഞ്ഞു. അമ്മ. ഇപ്പൊ ഒന്നുമില്ല, പോയിട്ട് ശനിയാഴ്ച വാ. അതല്ല അമ്മ, കൊതുകടി. ഇത് കൊതുകിന് കൊല്ലാനുള്ള മരുന്നാ. ഇത് തളിച്ചാലുണ്ടല്ലോ ഒരൊറ്റ കൊതു ഉണ്ടാകില്ല. നേരോ? ആ. എന്നാ വാ. ആ കുളിമുറിയുടെ പുറകില് മുഴുവനും കൊതുക. ദേ, എടോ, എടോ. ഇവിടെ തന്നെ. തന്നോട് ആരായിക്കോട്ടെ എഴുതലാൻ പറഞ്ഞേ. ഇവിടെ ഒരു മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മാത്രമല്ല ഇവിടെ അങ്ങനെ ഇട്ട് കൊതുവില്ല. ഐ, ഇച്ചിരി അടിക്കട്ടെ. അയ്യോ സാർ, ഇത് പഞ്ചായത്തിന്റെ തീരുമാനമാ. കൊതുക് നിവാരണ വാരം. എന്ത് മാരണ മാറാണ് ഇവിടെ ദേ, നടക്കില്ല. അയ്യോ വേണ്ട, ചേച്ചി പറയുന്നൊന്ന് ഇത് എന്ത് കേൾക്ക്. കൂത്ത്? ഉഫ്, ഇങ്ങനെ ഇവിടെയാണോ കൊതുവളർത്തൽ കേന്ദ്രം? ശോ, മനസമാധാനമായിട്ട് ഇന്നെങ്കിലും പുറത്ത് കിടന്നൊന്ന് ഉറങ്ങാവല്ലോ എന്ന് വിചാരിച്ചതാ. എനിക്കതറിയാലോ മാധവി, അതുകൊണ്ടല്ലേ ഞാൻ മരുന്ന് തളിപ്പിക്കാത്തത്. പുതുകൂത്ത്. ശ്രീദേവി, മായയുടെ അച്ഛൻ മരിച്ചിട്ട് നാളിത്രയായില്ലേ? ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഇവിടെ ഉള്ളവരാരും അവളെ കുറിച്ച് പറയുന്ന പോലുമില്ല. ജയദേവന് പോലും അതിനെപ്പറ്റി യാതൊരു വിചാരവും ഇല്ല. അതങ്ങനെ കോടീശ്വരിയാണെന്ന് പറഞ്ഞ കല്യാണം വെച്ച് കൊണ്ടുവന്ന് വെച്ച് ഇപ്പം കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ അവനും ഭാര്യ വേണ്ടതായി കാണും. എന്റെ സംശയം അച്ഛനും അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്ത് അവളെ ഉപേക്ഷിച്ച് പോന്നാണെന്നാ. എന്നാൽ അവൾക്കൊരു കത്ത് അയച്ചുകൂടി? കത്തൊക്കെ അയച്ചു കാണുമെന്നേ. ആ കിളവന്റെ കൈ കിട്ടിയാൽ നമ്മൾ എല്ലാവരും കാണിക്കൂ. അപ്പഴേ കീറി കളഞ്ഞു കാണും. കള്ളത്തരല്ലാതെ കിളവന്റെ വേറെ ഒന്നുമില്ല. പതുക്കെ പറ, അയാൾ ഇവിടെ നിന്നും കാണും. പാമ്പിന്റെ ജെവിയാ കിളവന്. അതാ വരുന്നത് ഭരതമ്പിളയുടെ മരുമകളാ. അവിടെ ചോദിച്ചാ മതി. വലിയ ഉപകാരം. ഓ പോയോ? ഓ മാമാ, നിന്നെയും തട്ടും നിന്റെ അമ്മായിയപ്പനെയും തട്ടും. മാറി നിൽക്കും മാമാ. കുഞ്ഞെ, ഞങ്ങൾക്ക് ഭരതമ്പിള്ളയെ ഒന്ന് കാണണം. ഇത്രയും കണ്ണിച്ചോരയില്ലാതെ ഞങ്ങളെ മായക്കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി ആ കിളവനെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾ ആരാ? മായ നിങ്ങൾ അറിയോ? അവളിപ്പോ എവിടെയുണ്ട്? ഞാൻ വാലൻ, ഇത് കോവാലൻ, എന്റെ മാമനാ. ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. മുതലാളി മരിച്ചപ്പോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ പാവത്തിന്റെ കണ്ണീരുണ്ട് സഹിക്ക വയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാ. ഉടനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വെച്ചോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അച്ഛനും മോനും. ഇതേവരെ തിരിഞ്ഞു നോക്കില്ല, നിങ്ങൾക്കറിയോ? ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് നൊന്ന് ചാകാനൊരിഞ്ഞപ്പോ എന്റെ മാമന്റെ കണ്ണിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ മായക്കുട്ടിയും കുഞ്ഞും കോലമ്മാവന്റെ വീട്ടിലാ. സത്യത്തിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള വഴി ഉണ്ടാക്കാം. അതുവരെ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാ, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് വെച്ചോളൂ. മായയോട് വിഷമിക്കരുതെന്ന് പറയണം. ആ. വരട്ടെ. എവിടുന്നാ വന്നൊരു പാൽക്കാരൻ? അയാൾ എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ നീ കിടന്ന് തുള്ളാതെ. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത്ര നീങ്ങുന്നല്ലോ ഞങ്ങളുടെ അച്ഛൻ. എന്നാ പിന്നെ മായ എന്തുകൊണ്ട് ഇതുവരെ വിളിച്ചോണ്ട് വന്നില്ല? അതെന്താ ആരും ചോദിക്കാത്തെ? ഇതാണ് പറയുന്നത്, കാര്യം അറിയാതെ ഒന്നും സംസാരിക്കരുതെന്ന്. ഞങ്ങൾ ചോദിച്ചു, അവളുടെ അച്ഛൻ മരിച്ചിട്ട് 41 പോലും തികഞ്ഞിട്ടില്ല. മാത്രമല്ല, പ്രസവത്തിന്റെ അടുത്ത സ്ഥിതിക്ക് അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നപ്പോ അച്ഛനങ്ങ് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. ഓ, നിങ്ങൾ അച്ഛനൊരു വലിയ പുണ്യാളൻ. അച്ഛൻ എന്ത് പറയുന്നു അത് അപ്പടി അനുസരിക്കുന്ന കുറെ കുഞ്ഞാടുകൾ.
കൊള്ളാം. ഞങ്ങളുടെ പുണ്യാളാണോ അല്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കണമെന്നില്ല. പോയിക്കോന്നേ. അത്രയും വലിയ വാക്കൊന്നും ഉപയോഗിക്കല്ലേ വാമദേവാ. പോകാനാണെങ്കിൽ അതിനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം കേട്ടോ. അച്ഛൻ ഉദ്ദേശിച്ച പണം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ അവൾ അവിടെ വിട്ടിട്ട് വന്നു. അതാ സത്യം. മിണ്ടിപ്പോരുത്. ഞങ്ങളുടെ അച്ഛനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? നിങ്ങളുടെ അച്ഛനെ പറ്റി ചോദിക്കാൻ ഇനി എന്ത് യോഗ്യതയാ ഞങ്ങൾക്ക് വേണ്ടത്? കിട്ടുന്ന കാശ് മുഴുവൻ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയതുകൊണ്ട് മാത്രം കുടുംബം നേരെ ആവത്തില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ന്യായത്തോടുകൂടി നടത്താനുള്ള ബോധം കുടുംബനാഥനുണ്ടാകണം. ഇവിടെ നടക്കുന്ന അനീതിയെ പറ്റി ചോദിക്കാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഇന്ന് മായക്കണ്ടായ ഗതി നാളെ ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ്? എന്താടാ ഇത് ഒരുമാതിരി ചന്തപ്പിള്ളേരെ പോലെ? അല്ല ഇപ്പോൾ ഓരോന്ന് പറഞ്ഞു മതി മതി. വിവരമില്ലാത്ത പെമ്പിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമുള്ള ആമ്പിള്ളേരത് കാര്യമാക്കിയാലോ? ഓടാപ്പുറത്ത്. എല്ലാരും പൊയ്ക്കോ. എന്റെ പൊന്നു മരുമക്കളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബഹളം വെക്കാനും കൊടിപിടിക്കാനും ഇതൊരു സർക്കാർ ഓഫീസല്ല, കുടുംബമാണ്, കൂട്ടുകുടുംബം. അത് പുലർത്താൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുടെ ഭർത്താക്കന്മാരും കഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഊമപ്പെണ്ണിന്റെ കാര്യം നോക്കാൻ അവളുടെ ഭർത്താവുണ്ട്, പിന്നെ ഞാനും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് വെറുതെ നിങ്ങളുടെ ജീവിതം തർക്കണ്ട. ആ ഊമപ്പെണ്ണിന്റെ ജീവിതമാണോ നിങ്ങളുടെ ജീവിതമാണോ വലുതെന്ന് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കും. ആ മുണ്ടില് 75% കിഴിവാണല്ലോ പിള്ളച്ചേട്ടാ, കളയാറായില്ലേ? 75 ആയുള്ളൂ. ഇവൻ 100 തയ്ക്കും. അഭിലാഷം ചെല്ലേ. അയ്യേ, അയ്യോ ശ്രദ്ധിച്ചോ ദൈവമേ. മാധവി, എടി മാധവി, എടി മാധവിയെ. എന്താ? കുഴഞ്ഞടി, ആകെ കുഴഞ്ഞടി. എന്തു പറ്റി? ചത്തുപോയ ഭാസ്കരമേനൊരു അനിയനുണ്ടെന്ന് അങ്ങ് മലേഷ്യയില്. ചേട്ടന്റെ മരണവാർത്ത ഇറക്കി അങ്ങേര് നാട്ടിലെത്തി. മായയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നെന്ന്. എന്റെ ഈശ്വരാ, നടന്നതല്ല ആ പെണ്ണ് അങ്ങനെ അറിയിച്ചു കാണുമോ? അതിലെന്ത് നടന്നു? അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുകയല്ലേ? അതപ്പോ തീരുമാനിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി വണ്ടി, അങ്ങനെ ഒരു കാറ്റ് കാച്ചണം. അവര് നാളെ എത്തുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അതിഗംഭീരമായ സ്നേഹപ്രകടനം കൊണ്ട് മേനം വീർപ്പ് മുട്ടുന്നു. നമ്മളയച്ച കത്ത് കിട്ടിക്കാണില്ല എന്തോ? ആരും കാണുന്നില്ലല്ലോ മാമ. മാമനല്ല മുതലാളി. മൈമോളെ ഇറങ്ങൂ. അയ്യോ ഇതാരാ? ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മിസ്റ്റർ ഭരതൻ പിള്ളൈ അല്ലേ? അതെ. അറിയോ? ഓ അങ്ങനെയൊന്നും ഇല്ല. മേഡം അതേ ഛായ. അതെ വരൂ, അകത്തേക്ക് ഇരിക്കാലോ. You are 354? അല്ല 4 ആമക്കളാ. പിള്ളൈ വലിക്കൂ. വലിക്കാറില്ല. സാറ് ഇല്ലാട്ടെ ഇല്ലാട്ടെ. ആട്ടെ. ആ ഫോണിലേക്ക് വാസ്തവം പറഞ്ഞാൽ ഭാസ്കരമേനോൻ ഇങ്ങനൊരു അനിയനുണ്ടെന്നുള്ള വിവരമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാ മരണമറിഞ്ഞ് വന്നപ്പോ ആ വിവരം ഇവരോട്ട് പറഞ്ഞൂല്ല. കുടുംബത്തിൽ നിന്ന് പിണങ്ങി 3ാമത്തെ വയസ്സിൽ നാട് വിട്ടവനാ ഞാൻ. അന്ന് ഭാസ്കരേട്ടന് വയസ്സ് 8. അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ അറിയാതാ? ഇവരാരൊക്കെയാണ്? എന്റെ മരുമക്കളാണ്. എന്തൊരു ഐക്യമുള്ള കുടുംബം. ഇതുപോലുള്ള കുടുംബത്തിലേക്കാണ് മായക്കുഞ്ഞ് വന്നതെന്ന് ഓർക്കുമ്പോ ഐ ആം വെരി 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 ഹാപ്പി. അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാക്സ് മുതലാളിക്ക് തീരെ പിടിക്കൂല. മലേഷ്യയിൽ എവിടാ താമസം? മലേഷ്യ ജംഗ്ഷനിൽ തന്നെ. ഓ എന്ത് ചെയ്യുന്നു? ഐ ആം എ ഷിപ്പിംഗ് കോർപ്പറേഷൻ ബിസിനസ് മാൻ. അതായത് കപ്പൽ കച്ചവടം. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു, കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു, മറച്ചു വിൽക്കുന്നു, വാങ്ങുന്നു. ഇവിടെ കൊണ്ട് ഇറക്കാനും മുതലാളിക്ക് ഐഡിയ ഉണ്ട്. അതിനിവിടെ കായലില്ലല്ലോ. ഉണ്ട് മുതലാളി. ശംഖുമൂൻ കായല്, കോവളം കായല്, പുന്നമട കായല്. അത് കടപ്പുറല്ലേടാ ഫുൾ. പിന്നെ
മലേഷ്യ ചെന്ന് കറവക്കാരൻ ഗോപാലന്റെ വീടാന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരൂ. കറവക്കാരൻ ഗോപാലനോ? കറവയല്ല, കരാവേ. കരാവേ ആൻഡ് കോ, അതിന്റെ ഷിപ്പിംഗ് കമ്പനിയുടെ നെയിമാണ്. പേര്. ഓ, മേനൂന് കപ്പലും ഉണ്ടോ? പിന്നെ മലേഷ്യയിലുള്ള പാതിക്കപ്പലും മുതലാളിക്കുള്ളതല്ലേ? പാതിക്കപ്പലോ? അതായത് മലേഷ്യയിലുള്ള ആകെ മൊത്തം ടോട്ടൽ കപ്പലുകളുടെ പകുതിയും മുതലാളിക്കുള്ളതായിരുന്നു. ഒടുവിൽ അത് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടിറക്കാൻ വന്നപ്പോഴാ ചേട്ടൻ മരിച്ച പോലും അറിയുന്നത്. ആ ഏട്ടൻ എന്റെ ജീവനായിരുന്നു. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ പാട്ടും പാടി വളർത്തിയത് ആ ഏട്ടനായിരുന്നു. മുതലാളി വേണ്ട, കൂടുതൽ സംസാരിച്ച ചിലപ്പോ മെന്റലാവും. യെസ്, അവിവാഹിതനായ എനിക്ക് സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. ഇവളുടെ കുഞ്ഞിന്റെ പേരിലും എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. വാല, ആ പെട്ടി ഇങ്ങോട്ട്. മലേഷ്യ എന്ന് വരുന്ന വഴിക്ക് മായയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. മലേഷ്യൻ ഒരു 10,000 രൂപയുണ്ട്. കുട്ടിക്ക് ജെട്ടി വാങ്ങിച്ചോളൂ. കൊച്ചിന് ചട്ടി മേടിക്കാൻ 10,000 രൂപയോ? എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. വാല, അയ്യോ, അങ്ങനെ പോയാലോ? മേനേജ് സാറ് പോകാൻ അങ്ങനെ ധൃതി വെക്കാതെ 2-3 ദിവസം തങ്ങി ആ യാത്രാക്ഷികളൊക്കെ മാറ്റിയിട്ട് പോയാ പോരെ? അല്പം തിരക്കോട്ട്. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. മായമോളെ, ചിറ്റപ്പിന് മേളത്തെ മുറിവുണ്ട് അതൊക്കെ താടി. അയ്യോ, കൊച്ചിന്റെ ചട്ടി. ആ, ചട്ടിയൊക്കെ ഞാൻ മേടിച്ചോളാം. അത് കൊണ്ടുപോയില്ലേ? ഈശ്വര, കുഞ്ഞിന്റെ രൂപ ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ തന്നെ മോളെ. അയ്യോ, എന്താ ഇത്? എനിക്ക് സ്വന്തം കൂടപ്പറപ്പിനെ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഒരു അന്യ വീട്ടിലെ പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ ആഭരണങ്ങൾ പോലും അഴിച്ചു കൊടുത്ത നിങ്ങളെ 1000 പ്രാവശ്യം തൊഴുതാലും മതിയാവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഒരേ വീട്ടിൽ കഴിയേണ്ടവരല്ലേ ഞങ്ങള്? പരസ്പരം സ്നേഹിക്കാതെ പൊന്നും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ജീവിതമല്ലേ വലുത്. അല്ലേ, ഇങ്ങനെ നിന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? വരൂ. അയ്യോ, മായമോളെ, നീ എന്തിനാ കുഞ്ഞിനെ എവിടെ കൊടുത്ത്? മച്ചയായിട്ട് നിൽക്കുന്നോളെ കുഞ്ഞിനെ എടുത്താ കുഞ്ഞിന് ദോഷമോ? ഓ, അതേ മഹാപാപം ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ. ദൈവം എല്ലാം അറിഞ്ഞേ കൊടുക്കൂ. ഓ ഡോ കുട്ട കുട്ട. ശ്രീദേവി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല. അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് കരുതിയാ മതി. സാരില്ല, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം. പക്ഷെ ഇത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം. എന്റെ വയറ്റിലൊരു കുഞ്ഞു ജനിക്കാത്ത